അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഫസ്റ്റത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2-3 ദിവസമായില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സാധാരണ നോമ്പൊക്കെ ആകുമ്പോഴത്തേനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. അതായത് നമുക്ക് ജോലികളൊക്കെ എളുപ്പമാവാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അതൊന്നും ചെയ്ത് വെക്കാൻ പറ്റിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഒന്നുങ്ങന്ന് തുടങ്ങണം, അത്ര തന്നെ കേട്ടോ. അപ്പോൾ ഇതാ ഇന്നിപ്പം ചിഞ്ചുമോളുണ്ട് കേട്ടോ ഇവിടെ വീട്ടിൽ. ചിഞ്ചുമോൾ ഈ ശിവരാത്രിൻ്റെ ലീവിൽ വന്നതാണ്. അപ്പം ഇനി ഞാൻ പറഞ്ഞ നോമ്പ് ഫസ്റ്റത്തെ നോമ്പ് ഇവിടുന്ന് തുറന്നിട്ട് പിറ്റേ ദിവസം പോവാമെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ നിർത്തിയതാട്ടോ. അപ്പോൾ നമ്മളെ വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വണ്ടിയൊന്നും കഴുകിയിട്ടില്ലേനു കേട്ടോ. അപ്പം അതെന്തൊക്കെയോ പറഞ്ഞാണ്ടേ വണ്ടി കൊണ്ടെടുക്കും കഴുകൂല എന്നൊക്കെ പറഞ്ഞ് എന്നെ ചീത്തറിന് വണ്ടിയൊക്കെ കഴുകി തന്നു കേട്ടോ. അപ്പം ഇനി നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വേണം കറി വെക്കാനേ. ബീഫ് അതേപോലെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വേണം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മളെ ജോലികളൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടിച്ചുവാരലും തുടക്കലും അങ്ങനെയുള്ള പണികളൊക്കെ തീർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ, എല്ലാവർക്കും നോമ്പുണ്ട്. അപ്പോൾ ഇനി നോമ്പ് തുറക്കുന്ന സമയത്തിനുള്ള പിന്നെ കുക്കിങ്ങൊക്കെ ചെയ്താൽ മതി. അങ്ങനെ ഞാൻ പോയിട്ട് ബീഫൊക്കെ വാങ്ങിച്ചു വന്നു. അതേപോലെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വന്നു. പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണിക്ക് വരുന്നത്. ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. എല്ലാ പ്രാവശ്യവും കുറേ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കലുണ്ട് കേട്ടോ. ഇപ്രാവശ്യം അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴത്തേന് ഒന്നും ആവില്ല. അല്ലെങ്കിൽ തേങ്ങ ചിരകി വറുത്ത് വെക്കലുണ്ട്, അങ്ങനെയുള്ള പരിപാടിയൊക്കെ കുറേയൊക്കെ ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ബീഫ് ഒന്ന് കട്ട് ചെയ്തിട്ട് കഴുകി വെക്കാം. എന്നിട്ട് ബീഫ് കറി ഉണ്ടാക്കാം കേട്ടോ. ബീഫ് കറി പത്തിരിയാണ് ഞാൻ ഉണ്ടാക്കണമെന്ന് വിചാരിക്കണത്. ഫസ്റ്റത്തെ നോമ്പല്ലേ, അപ്പോൾ പത്തിരിയും ബീഫ് കറി ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ ഞാൻ ബീഫ് ആവശ്യത്തിനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ഞാനൊരു വുഡിൻ്റെ കട്ടിംഗ് ബോർഡ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കട്ടിംഗ് ബോർഡ് പ്ലാസ്റ്റിക് അല്ലേനോ. അപ്പോൾ നിങ്ങൾ ചില കൂട്ടുകാരൊക്കെ കമൻറ്റ് ബോക്സിൽ പറയലുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കാൻ പറ്റില്ല, അത് കളഞ്ഞിട്ട് വേറെ പിന്നെ വാങ്ങിക്കാനൊക്കെ പറയലുണ്ട്. അപ്പം ഞാൻ വേറെ ഒന്ന് ഓർഡർ ചെയ്തേന് കേട്ടോ, മീഷോന്ന് ഓർഡർ ചെയ്തതിന്. നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ബീഫ് ഞാൻ ഈ കട്ടിംഗ് ബോർഡ് നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കത്രിക വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കത്രിക കൊണ്ടാകുമ്പോൾ പെട്ടെന്ന് കഴിയും. ഇല്ലെങ്കിൽ ഞാൻ ഈ ചിരവൻ്റെ ഇടയിൽ ഇങ്ങനെ കത്തി വെച്ചിട്ട് പിന്നെ അതിൻ്റെ ആ സ്ക്രൂ മുറുക്കിയിട്ടാണ് കേട്ടോ അവിടെ വെച്ചിട്ടാണ് ബീഫ് കട്ട് ചെയ്യൽ. അപ്പോൾ ഇപ്പം ആ സ്ക്രൂ എവിടെ പോയത് അറിയില്ല, അത് ചാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ കത്തി വെക്കാൻ പറ്റില്ല. അപ്പോൾ കത്രിക കൊണ്ട് അങ്ങനെ ബീഫൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സുഖമാണ് കേട്ടോ ഈ ഒരു കത്രിക കൊണ്ട് ബീഫ് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നിങ്ങളെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തെ കമൻറ്റിന് റിപ്ലൈ തരാനുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ ഒഴിവുപോലെ ഒക്കെ തരാം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോമ്പല്ലേ, അപ്പോൾ എന്താ പറയുക, ഒരുപാട് സമയം നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയരുത്. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന മാസമാണ്. അപ്പം പിന്നെ കഴിയുന്നതും ഖുർആനൊക്കെ ഓതി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇബാദത്തും കാര്യങ്ങളൊക്കെ ചെയ്യുക. സുന്നത്തൊക്കെ എടുക്കാൻ പറ്റുന്നതൊക്കെ മാക്സിമം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഡെയിലി വീഡിയോ കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഇതിപ്പോൾ ഒരു ജോലിൻ്റെ ഭാഗമല്ലേ. വീഡിയോ തീരെ ഇടാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ പറ്റ ഡൗൺ ആയി പോവും. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ 11 മണിക്കാണ് വീഡിയോ പബ്ലിക്കാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഇനി മുതൽ നമ്മളെ വീഡിയോ 11 മണിക്കാണ് കേട്ടോ വരിക. അപ്പോൾ ബീഫൊക്കെ ഞാൻ കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മസാല ബോക്സിൽ മസാലപ്പൊടികളൊന്നും ഇട്ട് വെച്ചിട്ടില്ലേന് കേട്ടോ. മസാല ബോക്സൊക്കെ ഇന്നലെ വൈകുന്നേരമാണൊക്കെ കഴുകി വെച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ അതിക്കൊക്കെ കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും വലിയ ജീരകം പൊടിച്ചതുമാണ് ഞാനിതിൽ ഇട്ട് വെക്കൽ കേട്ടോ. അപ്പോൾ ഇതിൽ ചെറിയ 4 ബോക്സാണുള്ളത്. അതിൽ 4 ബോക്സുമാണ് ഫില്ല് ചെയ്ത് വെക്കും. ഇത് നമ്മളെപ്പോഴും എടുക്കുന്ന പൊടികളാണല്ലോ, മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്തു.
പിന്നെ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചെറിയ ഉള്ളിയൊക്കെ ചതച്ചെടുത്ത് അതേപോലെ സവാള അരിഞ്ഞു വെച്ചു, അതൊക്കെ ചെയ്തു. ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ. അതിന് ഇൻഷാ അല്ലാ ഒഴിപോലെ കുറച്ച് പേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ബീഫ് ഞാൻ കട്ട് ചെയ്തിട്ട് വെള്ളമൊക്കെ ചോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടേനും. വെള്ളമൊക്കെ ചോർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു മണ്ണിൻ്റെ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീഫ്. പിന്നെ അതിക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ സവാള അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കുമ്പം അതിക്ക് ഫില്ലിങ്ങും വേണം. അപ്പോൾ ഇതിൽ നിന്ന് ബീഫ് എടുക്കാമെന്ന് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. ബീഫാകുമ്പോൾ കുറച്ച് വേവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യം ബീഫ് കറിയാണ് അടുപ്പത്ത് വെച്ചാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ അങ്ങനെ ചെയ്യുക. ഇടയ്ക്ക് തീ എത്തിച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് അവിടെ കിടന്നിട്ട് അങ്ങനെ വെന്തോളും. പിന്നെ ബീഫ് കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് ആവുകയൊക്കെ ചെയ്യും. പക്ഷേ കുക്കറിൽ വെക്കണക്കാട്ടിലും ടേസ്റ്റ് ഇതേപോലെ മൺകലത്തിലാക്കിയിട്ട് അടുപ്പത്ത് വെക്കണതാണ്. അപ്പോൾ ഞാനിത് അതിലേക്ക് ഇടാനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വലിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൈകൊണ്ട് നല്ലോണം ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ. നെയ്യൊന്നും ഇല്ലാത്ത ബീഫാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ബീഫിൽ നല്ലോണം നെയ്യൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയൊന്നും ചേർത്തിട്ടില്ല. അങ്ങനെ കൈകൊണ്ട് നല്ലോണം തിരുമ്മി കുഴച്ച് കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് അടുപ്പത്ത് കൊണ്ടുപോയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് വേവാനാകുമ്പോൾ ഞാൻ പിന്നെ ഇതിലേക്ക് ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ. ഇനി നമുക്ക് കറി ആക്കണ സമയത്ത്. അപ്പോൾ ബീഫൊക്കെ ചട്ടിയിലൊക്കെ ആക്കി വെച്ച് പിന്നെ ഇത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതേന് കേട്ടോ. ഈ ബോട്ടിൽസുകൾ പിന്നെ ഗ്ലാസിൻ്റെതാണ്, നല്ല ബോട്ടിലുകളാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. അതൊക്കെ ഇനി നമുക്ക് ഒഴിപോലെ ചെയ്യണം. ഇപ്പോൾ ഉള്ളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉള്ള ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ പുറത്തത്തെ അടുപ്പത്ത് ഇതേപോലെ ഇങ്ങനെ കമിഴ്ത്തി വെച്ചതേനി. അതിങ്ങനെ ഒരു സെറ്റാണ് കേട്ടോ. 12 പിന്നെ ബോട്ടിലുണ്ട്. പിന്നെ അടുപ്പൊക്കെ കത്തിച്ചു. അടുപ്പ് കത്തിച്ചത് ബീഫ് കറി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ പത്തിരിക്കുള്ള പിന്നെ പത്തിരിക്ക് പൊടി വാട്ടാനുള്ള വെള്ളം അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ ചിഞ്ചുമോളാണ് കേട്ടോ ഒന്ന് സ്നാക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിരിക്കണം അപ്പുറത്ത്. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്താണ്ട് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ജുമോൾ എനിക്ക് തേങ്ങ ചിരകി തന്നിട്ടുണ്ട്. അങ്ങനെ മക്കളും ഉണ്ട് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ. ഒക്കെ കിച്ചണിലുണ്ട് എല്ലാവരും. അപ്പോൾ ഓരോരുത്തരും ഓരോരോ ജോലി ഏറ്റെടുത്തേക്കാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ എന്താ പറയുക, ഒരുപാട് സമയം വെറുതെ വേസ്റ്റായി പോവില്ല. എല്ലാവരും ഓരോന്ന് ചെയ്യുമ്പോഴേ പെട്ടെന്ന് തീർന്നോളും. പിന്നെ ഞാൻ പത്തിരിക്കുള്ള പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിക്ക്. നമ്മൾ വെള്ളം വെച്ചിനല്ലോ. അപ്പോൾ അതിക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിന് കേട്ടോ. അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരിപ്പൊടി അതിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളം അളന്നിട്ടൊന്നുമില്ല കേട്ടോ. എൻ്റെ ഒരു കണക്കിനനുസരിച്ചിട്ട് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്തത്. ഇനി അപ്പോൾ കറക്റ്റ് ചെയ്യണം കേട്ടോ വെള്ളം. നമ്മളെടുത്ത പൊടിക്ക് പാകത്തെ വെള്ളം ഇനി ഇത്. പത്തിരിക്ക് പൊടി വാട്ടുമ്പോൾ എപ്പോഴും ആ വെള്ളത്തിൽ കടന്നിട്ട് ആ പൊടി ഇങ്ങനെ തിളക്കണം. അപ്പോൾ നല്ല പത്തിരിയേക്കാരം കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയേക്കാരം. അങ്ങനെ പൊടിയൊക്കെ വാട്ടിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഒന്നും ഇങ്ങോട്ട് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. പിന്നെ തേങ്ങ ചിരകി തന്നേനും മഞ്ജുമോൾ. അപ്പോൾ ഞാനതൊന്ന് പിന്നെ വറുത്തെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരകി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ നമുക്കിന്നിപ്പോൾ കറിക്ക് വേണ്ട, കുറച്ചവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പിന്നെ പത്തിരിൻ്റെ പൊടിയൊക്കെ കുഴച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എടുക്കാൻ നിന്നാൽ സമയം പോണതേ നമ്മളറിയില്ല. നേരെ മറിച്ച് ഇതേപോലെ ഓരോ ജോലികളും ചെയ്യണതിൻ്റെ ഇടയിൽ നമുക്ക് പറ്റുന്ന ജോലികളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടൈം വെറുതെ വേസ്റ്റ് ആവില്ല. തേങ്ങ വറുക്കാൻ ചെറിയ തീയിലാക്കി വെച്ചേക്കാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കരിയൊക്കെ ചെയ്യും. തീ ഒന്നായിട്ട് കൂടിപ്പോയാൽ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. അപ്പോൾ കുറഞ്ഞ തീയിലിട്ട് വെച്ചേക്കാണ് കേട്ടോ. പിന്നെ വേഗം പത്തിരിൻ്റെ മാവൊക്കെ കുഴച്ചെടുത്ത് ബോൾസാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രസ്സിലിട്ട് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം കുഴൽ വെച്ചിട്ട് ഒന്നും കൂടെ പരത്തിയെടുക്കും കേട്ടോ. നമ്മൾ പ്രസ്സിൽ നല്ലോണം അങ്ങോട്ട് പരന്ന് കിട്ടൂല. അപ്പോൾ പ്രസ്സിൽ മാത്രം പരത്തിയിട്ട് പത്തിരി ചൂടാണെങ്കിൽ പത്തിരിക്ക് ചെറിയൊരു കട്ടിപ്പുണ്ടാവും. അപ്പോൾ നൈസ് പത്തിരി ആയിട്ട് അങ്ങോട്ട് വരില്ല കേട്ടോ. പിന്നെ ചില ആൾക്കാരൊക്കെ പ്രസ്സിൽ മാത്രം അങ്ങനെ പരത്തിയെടുക്കുമല്ലോ, അത്യാവശ്യം പരക്കും. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ എൻ്റേത് അങ്ങനെയാണ് കേട്ടോ, ശരിക്കാണ് പരക്കൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുഴൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾ പ്രസ്സിലിട്ടിട്ട് ഒന്ന് അമർത്തി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പരത്താൻ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. അങ്ങനെ പത്തിരിയൊക്കെ ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. പിന്നെ ജ്യൂസ് നമ്മളൊന്ന് ബത്തക്ക വെച്ചിട്ടാണ് കേട്ടോ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിഞ്ചുമോളാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഓൾക്ക് അവിടെ പിന്നെ ഹോസ്റ്റലിൽ ബത്തക്ക ജ്യൂസ് കിട്ടലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബത്തക്ക ജ്യൂസ് മതിട്ടോ എന്ന് പറഞ്ഞിട്ട് ഓളന്നെ കേട്ടോ ബത്തക്ക ജ്യൂസ് അടിക്കണം. ഞാൻ പിന്നെ മുന്തിരി വാങ്ങിച്ചിനി മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്.
അപ്പോൾ ബത്തക്ക ജ്യൂസ് മതി പറഞ്ഞപ്പോൾ പിന്നെ ഓളന്നെ ജ്യൂസും അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബത്തയ്ക്ക് കുറച്ച് പാലൊക്കെ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ജ്യൂസ് ഓളുണ്ടാക്കുന്നുണ്ട്. കുട്ടികൾ ഹോസ്റ്റലിലാകുമ്പോഴേ നമുക്ക് ഉമ്മമാർക്കൊരു ഇടങ്ങേറാണ്. കാരണം അവർക്ക് ശരിക്കും ഫുഡ് കിട്ടുമോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. കിട്ടലൊക്കെ ഉണ്ട്, പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടതായിക്കൊള്ളണം എന്നില്ല. വീട്ടിലാകുമ്പോൾ നമ്മൾ ഓരോ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുമല്ലോ. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ ആകുമ്പോൾ എന്താ കിട്ടണമെന്ന് വെച്ചാൽ കിട്ടണത് കഴിക്കേണ്ടി വരും. ചിലപ്പോൾ എല്ലാ ആഴ്ചയിലും വരലുണ്ട്, ചിലപ്പം 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴേ വരുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും നോമ്പാകുമ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇന്ന് ഫസ്റ്റത്തെ നോമ്പ് ഇവിടെ തുറന്നിട്ട് നാളെ മറ്റന്നാളെയൊക്കെ പോവാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ജ്യൂസൊക്കെ ഓൾ റെഡിയാക്കുന്നുണ്ട്. പിന്നെ പത്തിരി ഞാൻ ഒക്കെ പരത്തിയെടുത്തിട്ടോ. പിന്നെ ഇതാ നമ്മളെ തേങ്ങയൊക്കെ വറവായിട്ട് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിന് കുറേ നേരം ആയിക്കണം കേട്ടോ. പിന്നെ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് അപ്പോൾ ഇത് നല്ല ചൂടാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ജാറിലിട്ട് കണ്ട് അരച്ചെടുക്കണം. പിന്നെ ഇതാ ഞാൻ പത്തിരി ചുട്ടെടുക്കണമുണ്ട്. പിന്നെ ഈ ഒരു ചട്ടിയിൽ പത്തിരി ചുടുകയാണെങ്കിൽ എളുപ്പം പത്തിരി ചുടൽ കഴിയും. അപ്പോൾ ഞാൻ അധികം ഇതിൽ തന്നെയാണ് കേട്ടോ ചുടൽ. പിന്നെ മറ്റേ വലിയ ഇരുമ്പിൻ്റെ കല്ലുണ്ടല്ലോ, അതുണ്ട് എൻ്റെ കയ്യിൽ. അത് ചൂടായി കിട്ടണമെങ്കിൽ തന്നെ കുറേ സമയം എടുക്കും. അപ്പോൾ അങ്ങനെ ചൂടായി കിട്ടണമെങ്കിൽ പിന്നെ 3-4 പത്തിരിയൊക്കെ ഒപ്പം ചുട്ടെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ അടുപ്പത്ത് ബീഫും ആണല്ലോ, ഇനിയിപ്പോൾ ഗ്യാസ്മേൽ അത് എന്തായാലും കൊണ്ടുവന്ന് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആ ഒരു ചട്ടി തന്നെയാണ് കേട്ടോ പത്തിരി ചുടുന്നത്. അങ്ങനെ പത്തിരി ചുടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് തരിക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അവിടെ അടുപ്പത്ത് ഞാൻ 1 കപ്പ് പാലും അതിക്കൊരു 2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി വെറും പാലിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം, പാലും വെള്ളവും ചേർത്തിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 2-3 ഏലക്കായും അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം പട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ അത് തിളച്ച് വന്നപ്പോൾ ഒരു കയ്യിൽ റവ ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഒരു 2 കയ്യിൽ സേമിയയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സേമിയ വറുത്തിട്ടും തരിക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കും. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേപോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ റവയും സേമിയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്കുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തു മധുരത്തിന്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഇനി അതങ്ങനെ കുറുകി വന്നോളും. അപ്പോൾ അത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് വറവിട്ടെടുത്താൽ മതി കേട്ടോ. നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ അവിടെ ചിഞ്ചുമോൾ നമുക്ക് പിന്നെ സ്നാക്സ് ഉണ്ടാക്കാനുള്ള മസാലയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാളയൊക്കെ വഴന്ന് വന്നിക്കണം. അപ്പോൾ എന്നോട് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, നമ്മുടെ നോർമൽ മസാലകൾ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓള വക കുറച്ച് ബീഫ് മസാലയും അതേപോലെ തന്നെ പിന്നെ കുരുമുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മസാല എന്താ വെച്ചാൽ പിന്നെ കുറച്ച് സമൂസക്കുള്ള ഫില്ലിങ് ഇതിന്ന് എടുക്കണം. പിന്നെ അതേപോലെ ഓളുണ്ടാക്കുന്ന സ്നാക്സിക്കും പിന്നെ മസാല ഇതിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ആ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ആ പൊടികളെ പച്ചമണക്ക് മാറി വന്നപ്പം നമ്മളെ ബീഫ് ഞാൻ പോയി നോക്കിയപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ, നല്ലോണം വെന്തിട്ടില്ല. അപ്പോൾ കുറച്ച് ബീഫ് അതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ഇങ്ങോട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ എന്ത് സ്നാക്സ് ഉണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി ഉണ്ടാക്കുമ്പോൾ കണ്ടാൽ മതി എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ ആയിക്കോട്ടെ എന്നാൽ ഓള് അത് ഉണ്ടാക്കട്ടെ, ഓളെ ഇഷ്ടത്തിന് ഓൾ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്കുള്ള മസാല കുറച്ച് അതിന് മാറ്റി വെച്ചിട്ടോ. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സമൂസ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ സമൂസയ്ക്കുള്ള മസാല ഞാൻ കുറച്ച് അതിന് മാറ്റി വെച്ച് പിന്നെ ഇതാ ബാക്കിയുള്ള മസാലയ്ക്കോൾ ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ അതേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാല കുറച്ച് അധികം ഉണ്ട്, ഉരുളക്കിഴങ്ങ് കുറച്ച് കുറഞ്ഞും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കണ്ടില്ല, അവൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചതൊന്നും ഞാൻ ശ്രദ്ധിച്ചതുമില്ല. കുറച്ചും കൂടെ കിഴങ്ങ് വേണ്ടീനി, ഒരു കിഴങ്ങും കൂടിയൊക്കെ വേണ്ടീനി. എന്നാലും നമ്മൾ വിചാരിക്കണ പോലെ ഇതിങ്ങനെ കയ്യിലിട്ടിട്ട് ഉരുട്ടാൻ പറ്റുക. ഇതിപ്പോൾ മസാല കൂടുതലും ഉണ്ട്, ഉരുളക്കിഴങ്ങ് കുറച്ചുമാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, ഫസ്റ്റ് ഉണ്ടാക്കല്ലോ. യൂട്യൂബിൽ വീഡിയോ ഒക്കെ നോക്കിയാണ്ട് ഏതോ വീഡിയോ ഒക്കെ നോക്കിയാണ്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാൻ വിചാരിച്ച ആദ്യം കട്ട്ലേറ്റാണ് ഉണ്ടാക്കണത്. പിന്നെ കട്ട്ലേറ്റൊന്നും അല്ല, അത് അതേപോലെ നേരത്തെ ഞാൻ കാണിച്ചല്ലോ ഉരുളക്കിഴങ്ങ് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ഉരുളക്കിഴങ്ങ് ഈ മസാലേൻ്റെ നടുക്ക് വെച്ച് കൊടുത്തിട്ട് അത് നല്ലോണം കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തേക്കുക. പിന്നെ മുട്ടൻ്റെ ബാറ്ററിലൊന്ന് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണത്. പിന്നെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മസാലയും കട്ട്ലേറ്റിൻ്റെ പോലെ തന്നെയാണ്, കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റുമാണ് കേട്ടോ അതിന്. അപ്പോൾ എന്നാലും കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ നമുക്കൊരു സഹായമാണ്. അതേപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടതല്ലേ ഒരു ഉണ്ടാക്കുന്നത്. അപ്പം എന്താ പറയുക, നമുക്കൊരു സന്തോഷമാണല്ലേ ഒരു നമ്മളിപ്പോൾ അതേപോലെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരുമ്പോഴേ. അപ്പോൾ അങ്ങനെ സ്നാക്സിൻ്റെ പരിപാടിയൊക്കെ ഓൾ നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബീഫൊക്കെ വെന്തിക്കണോ നോക്കി. അപ്പോൾ ബീഫൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ബീഫ് ഞാൻ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്, അതൊക്കെ കൂടെ നമുക്ക് കറിയാക്കണ്ട.
കുറച്ച് നമുക്ക് ചോറൊക്കെ കഴിക്കുമ്പോൾ അതിലേക്ക് എടുക്കാമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് കുറച്ച് മാറ്റി വെച്ച് പിന്നെ ബാക്കിയുള്ളേക്ക് ഞാൻ വലിയൊരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് നമ്മളെ പത്തിരി ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്പോൾ അതൊക്കെ പാത്രത്തിലൊക്കെ ആക്കി അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ പത്തിരിയായി, അതേപോലെ ചിഞ്ചുവിൻ്റെ സ്നാക്സും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ ഞാൻ തന്നെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ അതിൽ ഉരുളക്കിഴങ്ങ് കുറച്ച് കുറവാണ്. അപ്പോൾ ചിലപ്പോൾ ആ മസാലയൊക്കെ എണ്ണയിൽ കലരാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പം പതുക്കെ വേണം ഫ്രൈ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ. പിന്നെ അതിൻ്റെ ഇടയിൽ അസറൊക്കെ പോയി നിസ്കരിച്ച് വന്ന് ഞാൻ 3 മണിയായപ്പോൾ ഇറങ്ങിയതാട്ടോ കിച്ചണിക്ക്. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതേപോലെ തന്നെ കുറച്ച് സമൂസ ഉണ്ടാക്കണം. അതൊക്കെയാണ് കേട്ടോ ഇനിയുള്ള പണി. അപ്പോൾ അതവിടെ ചട്ടി ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി ചട്ടിയൊക്കെ ചൂടായി ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഓയിൽ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നാളെ എടുത്താൽ കേടാണ്. അപ്പോൾ കുറച്ച് ഓയിലേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ എണ്ണപ്പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് നല്ലതല്ല, അതെല്ലാവർക്കും അറിയാമല്ലേ. ഇവിടെ ഇപ്പോൾ എനിക്കും അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ കുട്ടികൾക്ക് അത് വേണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കും ചെയ്യും. അപ്പോൾ എന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും എപ്പോഴേലൊക്കെ ഇതിപ്പോൾ ഒന്ന് ഫസ്റ്റത്തെ ദിവസമല്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കഴിയുന്നതും ഇത് ഒഴിവാക്കുകയാണ് നല്ലത്. ഇതില്ലാതെ മക്കൾക്ക് ഇട്ട് പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് വേറെ ഒന്നും ഇറങ്ങൂല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഞാൻ സ്നാക്സൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടോ. പിന്നെ കിഴങ്ങ് കുറച്ച് ബാലൻസ് ഉണ്ടായിനി, അപ്പോൾ അതും ഇതേപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സമൂസ ഉണ്ടാക്കണം, അതേപോലെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതൊക്കെയാണ് കേട്ടോ ഇനിയുള്ള ജോലി. അപ്പോൾ ഫ്രൂട്ട്സ് മഞ്ചുമോള് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് മഞ്ഞ ബത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടേനി കേട്ടോ. എന്നോട് എപ്പോഴും പറയും വെച്ചാൽ മഞ്ഞ ബത്തൊക്കെ വാങ്ങിക്കൊണ്ടേ. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ ബത്തൊക്കെ വാങ്ങിയപ്പോൾ മഞ്ഞ ബത്തൊക്കെ വാങ്ങിയതിന് പക്ഷേ മഞ്ഞ ബത്തക്കൻ്റെ ഉള്ളിൽ ചുമപ്പാണ് കേട്ടോ. ഇതിപ്പോൾ പിന്നെ ഉള്ളിൽ മഞ്ഞ കളറാണ്. ഇങ്ങനത്തേതാണല്ലോ ഒരു പറഞ്ഞിരുന്നത്. ഇത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും അതേപോലെ തന്നെ കേട്ടോ. നല്ല മധുരം ഉണ്ടേനി. അങ്ങനെ അതൊക്കെ മഞ്ചുമോൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സമൂസയൊക്കെ പിന്നെ ചുറ്റിയെടുത്ത് അതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ അമ്മക്കും ഉപ്പാക്കുള്ള സ്നാക്സ് കൊടുത്തയക്കാനാണ് കേട്ടോ അത്. അപ്പോൾ ഒരു പാത്രത്തേക്ക് ചിഞ്ചുമോൾ ഉണ്ടാക്കിയ സ്നാക്സ് 3 എടുത്തിക്കണ്. പിന്നെ നമ്മൾ സമൂസ ഉണ്ടാക്കിനി, അപ്പോൾ ആ ഒരു സമൂസയും ഒക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൊണ്ടു കൊടുക്കുന്ന ആൾ നമ്മളെ ഐഫക്കുട്ടിയാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ കാര്യം പറയേണ്ട, ഐഫക്കുട്ടി നോമ്പ് മുറിച്ച് കാരണം പറ്റ കുഴങ്ങിയിട്ടുണ്ടായിനി, നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിനി കേട്ടോ. അങ്ങനെ നോമ്പ് മുറിച്ചൊക്കെ ചെയ്തെന്ന് മുഴുവനാക്കാൻ പറ്റിയില്ല. റിച്ചുമോൻ ഛർദ്ദിച്ച് അങ്ങനെ ഓൻ്റെ നോമ്പും പോയി. ഓൻ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. അതൊക്കെ ഇതിൻ്റെ അടിയിൽ കൂടെ നടക്കുന്നുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ചൂടൊക്കെ ആയതുകൊണ്ടോ എന്താണെന്നറിയില്ല കേട്ടോ, റിച്ചുവിനൊന്നും നോമ്പൊന്നും മുഴുവനാക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. ഞാൻ ഇപ്രാവശ്യം നോമ്പെല്ലാം നോക്കുമെന്നൊക്കെ പറഞ്ഞിനി, പക്ഷേ പറ്റിയില്ല. പറ്റണമെങ്കിലല്ലേ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കറി ഇതാ തേങ്ങ കരച്ച് പിന്നെ കറിയൊക്കെ തിളപ്പിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയൊക്കെ തൂമിച്ചാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് കൊടുക്കാനായപ്പോഴത്തേനും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അടുപ്പ് ഒഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പം ഒരു 2-3 മീനുണ്ടേനും ഫ്രിഡ്ജിൽ ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ചത്. അപ്പോൾ ഞാൻ ഒരു ചട്ടിയിൽ ഓയിലൊഴിച്ചാണ്ട് അത് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു കനലിൽ കടന്നിട്ട് അതങ്ങനെ മുരിഞ്ഞോളും. ഇതെനിക്ക് പെരച്ചക്കൊക്കെ ഉള്ളതാട്ടോ. അപ്പോൾ ആ കഴിക്കണ സമയത്തൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതവിടെ കടന്നിട്ട് അങ്ങനെ മുരിഞ്ഞ് വന്നോളും. പിന്നെ ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ടേബിൾ മേലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ജ്യൂസൊക്കെ ഗ്ലാസ്സൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു. ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ നോമ്പ് തുറന്ന വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.